പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്ന് പറഞ്ഞൊരു പ്രത്യേക അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി എല്ലാവരും ഒരു പുതിയ ദിവസത്തിലേക്ക് പോവാണ് കേട്ടോ. ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകുന്നു. അങ്ങനെ എല്ലാത്തിനും ഒരു മാറ്റം വന്ന ദിവസമാണ് ഇന്ന്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിലെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി മുതൽ നല്ല വെയിലാണ്. വൈറ്റമിൻ D3 വേണ്ടവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന ഇഷ്ടംപോലെ വൈറ്റമിൻ D3 കിട്ടും. കുറേ നേരം ഞാൻ വൈറ്റമിൻ D3 കൊണ്ട് കരിയാൻ തുടങ്ങിയപ്പോൾ വേഗം എണീറ്റ് പോയി. പാവൻ്റെ അമ്മ കണ്ട 4 ടീസ്പൂണായി കഞ്ഞി കുടിക്കുള്ളൂ. അത് ഇരുന്നിട്ട് കുടിക്കാൻ സമയമില്ല കേട്ടാ. ജോലിക്ക് പോകേണ്ട സമയമായപ്പോൾ നിന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു അവിടെ സ്വീറ്റ് കോൺ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പുഴുങ്ങി കഴിച്ചോ രാവിലേന്ന്. എന്നാൽ പിന്നെ പിള്ളേരെ കൊണ്ട് കുറച്ച് പണി എടുപ്പിക്കാമെന്ന് വിചാരിച്ച് അവർക്ക് കൊടുത്തു കേട്ടാ. അപ്പോൾ ഓരോരുത്തർ താമര ഉണ്ടാക്കിയിട്ടും കുരങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരം രണ്ടും കൂടി വലിച്ച് പറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2 പേർക്കും ആരോഗ്യക്കുറവാണോന്ന് അറിയില്ല, അതിൻ്റെ കടഭാഗം കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റണില്ല. അത് ഞാനാണ് കേട്ടോ പറിച്ചെടുത്ത് കൊടുത്ത്. കുറേ നേരം അതും അഭ്യാസം കളിക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഇരുന്നും കിടന്നും നിരങ്ങി വരെ അത് പറിക്കാൻ നോക്കണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടക്കണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചോളത്തിനെ അറഞ്ചം പുറഞ്ചം പിച്ചി ചീന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കത്രിക കൊണ്ടുവന്ന് വെച്ചത് വെറുതെയാണ്. വലിച്ച് വാരി ഊരിയെടുക്കുന്നുണ്ടതിനെ. പക്ഷേ എങ്ങനെ ചെയ്തിട്ടും സുബ്രുവിനും അമ്മൂനും അതങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റണില്ല. ആരോഗ്യക്കുറവാന്ന് പറഞ്ഞപ്പോൾ പറയാം, അല്ല വെള്ളം കുടിക്കാത്ത കാരനാന്ന്. വെള്ളം കുടിക്കാണ്ടായാലും ഇങ്ങനെയാവുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി. പറിക്കേണ്ട പാട് കഴിഞ്ഞപ്പോൾ അത് മുറിക്കേണ്ട പാടായി. മുറിക്കാൻ പറ്റുന്നില്ലെന്നേ. അതും അതിൽ വല്ല മരക്കട്ട പോലെ ഉണ്ടായിരുന്നു. ഞാൻ പല കത്തികൾ മാറി ഉപയോഗിച്ചു അത് 2 പീസാക്കാൻ നോക്കി. നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ചവിട്ടി പിടിച്ചിട്ട് വരെ വലിച്ചെടുത്താലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കത്തികൾ മാറി പരീക്ഷിച്ചു. എന്താ ഞാൻ കാലും വെച്ച് ഒടിച്ച് മുറുക്കിയിട്ടൊക്കെയാണ് എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഞാനത് പുഴുങ്ങാൻ വെച്ചത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചേച്ചി ഓടി നടന്ന് കടിച്ചിട്ട് എലി കടിച്ച് കരണ്ട പോലെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അവളും അതെ, ജോലിക്ക് പോണ സമയത്ത് ഇരുന്നുള്ള ഫുഡ് അടിയൊന്നുമില്ല. ഈ 2 ചോളത്തിൻ്റെയും കുറേശ്ശെ പീസ് കഴിച്ചു, റെഡിയായി പോവുക. ഇതാണ് പരിപാടി. അപ്പം ഞാൻ കാലുമൊക്കെ വെച്ചിട്ടാണ് 2 പീസാക്കിക്കൊണ്ടിരിക്കുന്നത്. ചോളത്തിൻ്റെ തൊലി പുറക്കിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്ന് കട്ട് ചെയ്യാനുള്ള പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതേത് കത്തി ഉപയോഗിച്ചിട്ടും എനിക്കത് മുറിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ കാലുമൊക്കെ വെച്ച് അമർത്തി പൊട്ടിച്ചിട്ടൊക്കെയാണ് ആ ചോളം പുഴുങ്ങിയെടുത്തത് കേട്ടോ. ഇത്രയും വലിയൊരു കഷ്ടപ്പാട് രാവിലെ തന്നെ എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ചോളം മുറിക്കുന്നുണ്ടപ്പോൾ ഒരാൾ പറയാം എന്നോട്, ആ ചോളം എടുത്ത് നിലത്തിടുന്നു, അപ്പോൾ 2 പീസാവുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ ഓരോറ്റങ്ങൾ സഹിക്കണ്ടേന്ന് ആലോചിച്ചപ്പോൾ അയ്യോ ഞാൻ അങ്ങോട്ട് ചോളം കടപെടാന്ന് പൊട്ടിക്കാൻ തുടങ്ങി. കുക്കറിലാണെങ്കിൽ കൊള്ളില്ല. അവസാനം കുക്കറിൽ അത് അടച്ചു തരേണ്ടി വന്നിട്ട് വിസിൽ വരുന്ന നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടാ. എന്തൊക്കെയോ കണ്ണാടിയിൽ നോക്കി കുരു എണ്ണ എടുക്കാണോ അത് ഇനി എന്താ ചെയ്യണമെന്നൊരു പിടി കിട്ടില്ല. ഞങ്ങളെല്ലാവരും വളരെ സൂക്ഷ്മമായി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗായത്രിക്ക് ഒരു അനക്കവും ഇല്ല. അവസാനം 2 കൂടി ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടാ. അമ്മ ടാറ്റ താമ്മ. അവരെ ജോലിക്ക് പറഞ്ഞയച്ചതാ. ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചതാണ്. വല്ല പട്ടി വല്ല എല്ലും കടിച്ച് വലിക്കണ പോലെയാണ് കേട്ടോ. 2 പീസ് തീറ്റ കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അടുത്ത ആൾ കാല് നീട്ടി വെച്ചുകൊണ്ടാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക്. ഒരാളുടെ ഒരെണ്ണം കഴിഞ്ഞു, അടുത്തത് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനും അവർ കഴിക്കണം കണ്ടിട്ട് ഭയങ്കര അധികം കൊതി തോന്നിയിട്ടാണ് ഞാനും TV കണ്ട് കോൺ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ആക്രമിച്ചിട്ടുള്ള കടിക്കലാണ് അവിടെ. എല്ലാവരും പോയി ഇത്തിരി സമാധാനത്തിലിരുന്ന് ചോളം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല്ലും വായൊക്കെ കൊണ്ടുള്ള കടിയായിരുന്നു കേട്ടോ. ഈ ചോളം
ചിലവർ കുറേ നേരം ഞങ്ങൾ ഏതൊക്കെ പ്രേതസിനിമ അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ ആ സമയം ഞങ്ങൾ ചെലവഴിച്ചു. ചോളം കഴിക്കാൻ എന്നാ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ കുളിക്കാൻ ചോളം കഴിക്കാന്ന്. അതിനുശേഷം ഞാൻ കണ്ടോ ഓരോന്നായിട്ട് എടുത്തിട്ടേ തിന്നാറുള്ളൂ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിരിക്കുകയാണ്. ഇവളുമാരുടെ ഒന്നും കുളി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് പറയാലോ. അപ്പം ഞാനിന്ന് കുറി തൊട്ടിട്ടില്ലല്ലോ അല്ലേ? കുറി വേണം. സിന്ദൂരുണ്ട്. ആ സിന്ദൂരം പൊട്ടും ഒക്കെ കഴിഞ്ഞ അത്യാവശ്യം തിരക്കില്ലാത്തൊരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു? കുട്ടുവിൻ്റെ കെട്ടിയതിന് വേണ്ടി. അതെ അതെ അതെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് അനിയനിൽ KGക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എപ്പോഴും ചോദ്യമാണ്, നിനക്കെന്താ പൊട്ടില്ലേ, കുറിയില്ലേ? അപ്പം ഇന്ന് ഞാനെന്താ പൊട്ട് വെച്ചിരിക്കുന്നു. സിന്ദൂരം തൊട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകല്ലേ? രാവിലത്തെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് അമ്മ സ്പെഷ്യൽ കറി കൂട്ടി രാവിലത്തെ ഫുഡ്. അപ്പം നമുക്ക് അമ്മ സ്പെഷ്യൽ ഉപ്പേരി കാണിക്കാം. അയ്യോ ഇതിലൊന്നും തീർന്നു പകച്ചു പോയി എൻ്റെ ബാല്യം. അല്ല അമ്മമ്മ മാറ്റി വെച്ചിട്ടുണ്ടാവോ? അമ്മമ്മയുടെ പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും കൂടി വെച്ചിട്ടുള്ള അരച്ചു വെച്ച കറി. ഓക്കെ. അല്ല ഉപ്പേരി എവിടെ പോയി? ഇനി മുളക് കൂട്ടി ചോറിനുണ്ട് വരുമോ? ഉപ്പേരി ഉപ്പേരില്ലേ വിളിച്ചേ? പപ്പടം വറുത്താലോ? പപ്പടം വറക്കാം. നാലവരൊന്നും നമുക്ക് ഉപ്പേരി എടുത്ത് വെച്ചില്ല. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? അയ്യടി നമുക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ട് പോയിക്കണുള്ളു. ഇതിന് നമ്മൾ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതിനാണ് അവർ ഉപ്പേരി അടിച്ചുകൊണ്ട് പോയത്. വാ നമുക്ക് ഇത് പുറത്തേക്ക് എടുത്ത് ഇത് ഉച്ചയ്ക്ക് വെക്കാം അല്ലേ? ഇപ്പം നമുക്ക് പരിപ്പ് കറി ഇട്ടിട്ട് കഞ്ഞി കുടിക്കാം രാവിലത്തെ. ഉച്ചയ്ക്ക് നോക്കാം. ഓക്കെ. രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് സമാധാനമായി ചോറ് എടുത്തിരുന്നതാ. ചുറ്റിനും ആൾക്കാർ പറന്നെത്തി. ഒരെണ്ണം ചോറെടുത്ത് കഴിക്കില്ല. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മടിയുള്ള ടീംസിനെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടാ. എന്നാൽ നമ്മൾ കഴിക്കുമ്പോഴും അവർക്ക് ഭയങ്കര ആവശ്യമാണ്. ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം തന്നെ ഭക്ഷണം കഴിക്കില്ല. വാരിത്തായോ എന്ന് പറയും. എന്താ അത്ര പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഇനി ചോറ് തന്നെ വാരി തിന്നാനുള്ള മടിയാണോ അത് ഞാൻ വാരി കൊടുക്കണേണ്ട ഇഷ്ടമാണോ എന്നുള്ളത് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ? അപ്പം ഞാനിതാ വാരി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും മാറി മാറി നല്ല പോളിങ്ങാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണ എടുത്ത് ഒക്കേൻ്റെയും തല മസാജ് ചെയ്ത് കൊടുക്കലാണ്. കാട് പോലെയാണ് എല്ലാവർക്കും മുടിയിട്ടാ. ഇവിടെ മുടിക്ക് ആർക്കാർക്കും കുറവില്ല. അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് മെയിൻ പണി. എന്താട്ടാ ശരിക്കും പറഞ്ഞതാ? സീരിയസ് ആയിട്ടു? പിന്നെ നോക്കട്ടെ. അണ്ടി മാത്രമുള്ള അണ്ടി ചിച്ചു കുഞ്ഞ് നിന്നെ ഞാൻ അടിച്ചു ഞാൻ ഉണ്ടല്ലോ. നാരങ്ങയുടെ ടേസ്റ്റ്. അന്നൊരു തിരാവേനലും നിന്റെ പെണ്ണോ? പെണ്ണോ നിന്റെ പെണ്ണോ? മതി. നെക്സ്റ്റ് കുറച്ചുകൂടി വിളിച്ചു കുറച്ചതൊക്കെ നമ്മൾ നെക്സ്റ്റ്